ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ താഴെ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയും. കുറേ പേര് ഇവിടെ എത്തിയിരിക്കുന്നു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ പാർട്ട്നേഴ്സ്, അങ്ങനെ പല ആളുകളിവിടെ എത്തി. അവർക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് ഇമെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ വളരെ വളരെ സന്തോഷമാണുള്ളത്. കാര്യം കുവൈറ്റിൽ നിന്ന് കുറേ നാൾ ജോലി കഴിഞ്ഞതിന് ശേഷം പുറത്തു പോയ ആളുകൾ കുവൈറ്റിനെ കുറ്റം പറഞ്ഞാൽ പോലും നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാൻ പറ്റുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ പോവുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും കുഴപ്പമില്ല. പക്ഷേ എന്തായാലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ഷനായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വന്ന് ജോയിൻ ചെയ്തു. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി വന്നിരുന്ന സ്ഥാനത്ത് ഫ്രീ ആയിട്ട് MOH നടത്തിയ റിക്രൂട്ട്മെൻറ്റ് അനേകർക്കൊരു അനുഗ്രഹം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് മുബാറക് അൽ കബീർ ഹോസ്പിറ്റൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. മുബാറക് അൽ കബീർ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജാണ്. അതായത് ഇവിടുത്തെ മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ നടക്കുന്ന വലിയ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഒരുപാട് മലയാളി നേഴ്സസും ഒക്കെ വർക്ക് ചെയ്യുന്ന വളരെ വലിയൊരു ഹോസ്പിറ്റൽ എന്ന് വേണം തന്നെ പറയാൻ. നമ്മുടെ നാട്ടിലെ കോട്ടയം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ തന്നെ, അതെന്തായാലും നിങ്ങൾക്കറിയാം, ഒരു മെഡിക്കൽ കോളേജിൻ്റെ മൾട്ടി സ്പെഷ്യാലിറ്റീസ് എല്ലാമുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കിട്ടുന്നത് എന്നനുസരിച്ചിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളുടെ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ. ഹോസ്പിറ്റൽ ആസ് സച്ച് ഒരു കുഴപ്പമില്ല. വളരെ വലിയ ഹോസ്പിറ്റലാണ്. ഒരുപാട് മലയാളികളായിട്ടുള്ള നേഴ്സസിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എന്നോട് ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾക്ക് അവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്ന എബവ് ആവറേജ് ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിലത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസും എക്സ്പീരിയൻസും അങ്ങനെ പല കാര്യങ്ങളനുസരിച്ചാണ് നമുക്ക് സെലക്ഷൻ വരുന്നത്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിലെ ആ ഒരു കാര്യം മാത്രമല്ല അവരൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് എല്ലാ ജോലിക്കാർക്കും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത് എല്ലാ ജോലിക്കാർക്കും സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പ്രത്യേകിച്ച് ചില ടൈറ്റിൽസ്, അതായത് ചില ജോബ് പൊസിഷനിലിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ മാനേജ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഇൻ കേസ് നമ്മളുടെ മാനേജ്മെൻറ്റ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കാനുള്ള ഒരു സമയവും സാഹചര്യവും അവർ തരും. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രാജുവേറ്റ്സൊക്കെ പൊതുവെ അറ്റസ്റ്റ് ചെയ്താണ് കൊണ്ടുവരാറുള്ളത്. പക്ഷേ എങ്കിലും എല്ലാ കമ്പനികളും അത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു കാര്യമാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഓഫർ ലെറ്റർ ഇപ്പോൾ ഓൾറെഡി വന്ന ആളുകൾക്ക് വിസ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഓഫർ ലെറ്റർ വന്ന ആളുകൾക്ക് വിസ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് എത്ര മാത്രം ഫാസ്റ്റായിട്ട് അതിൻ്റെ പ്രൊസീജിയർ നടക്കുമെന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ MOHന് ഇനഫ് കാൻഡിഡേറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രോസസ്സിങ് വളരെ സ്ലോ ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാനോ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റിൻ്റെ കാര്യം ചോദിക്കാനോ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണെങ്കിൽ പോലും പ്രൊസീഡ് ചെയ്യാനുള്ളൊരു ചാൻസ് എന്തായാലും കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഓഗസ്റ്റിലും ഒക്ടോബറിലൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ആളുകൾക്ക് ഓഫർ ലെറ്റർ വന്നു. പക്ഷേ അതിന് ശേഷം വേറെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പലർക്കും അങ്ങനെയുള്ള ആളുകൾക്ക് പല പ്രൊസീഡിങ്സും മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് ആളുകൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ ഇപ്പം പറ്റില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പിന്നെ അതിന് ശേഷം ചോദിച്ചിട്ടുണ്ട് മെഡിക്കലിൻ്റെ ഇത് അയച്ചിട്ടുണ്ട്, പക്ഷേ ഒരു റിപ്ലൈയും വന്നിട്ടില്ല. അത് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മെഡിക്കൽ ചെയ്തതിൻ്റെ എല്ലാം നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫർദർ പ്രൊസീഡിങ്സ് നടന്ന് വിസ വരും. പക്ഷേ എപ്പോഴത്തേക്ക് വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് BSc കഴിഞ്ഞ് അവർക്ക് GNM ട്രാൻസ്ക്രിപ്റ്റ് അറ്റസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും GNMൻ്റെ ട്രാൻസ്ക്രിപ്റ്റും നമ്മൾ അറ്റസ്റ്റ് ചെയ്തേ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയുടെ. എന്തായാലും കാര്യങ്ങൾ ഇൻ്റർവ്യൂവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ പതുക്കെയാണ് നടക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ ഇല്ലയോ നമുക്കറിയില്ല. ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്യാം. ദൈവം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി വരികയും എക്സാം പാസ്സാവുകയും എല്ലാം ചെയ്ത് ഇവിടെ വരാനായിട്ട് ദൈവം നിങ്ങൾക്ക് ഇടയാക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടൈം ബീയിങ്ങിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കുന്നതിലും തെറ്റില്ല. ഇപ്പോൾ എത്ര നാളെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഗ്യാരണ്ടി തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.